ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2 കപ്പ് റവ കൊണ്ട് വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള എണ്ണ പോലും ചേർക്കാതെ തയ്യാറാക്കിയെടുക്കുന്ന ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ ചെറുതാക്കിയിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു നേന്ത്രപ്പഴം ആവശ്യമുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പഴമാണെങ്കിൽ 2 എടുക്കുക. ഈ അളവിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ കേട്ടോ. അപ്പോൾ ഈ പഴം നമുക്ക് തോലൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതായിട്ട് കട്ടാക്കി എടുക്കാം. ഒരു പഴത്തിനെ നമുക്ക് 4ആയിട്ട് കീറിയതിന് ശേഷം ചെറുതായിട്ട് കട്ടാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇതേപോലെ ചെറുതാക്കി കട്ടാക്കിയാൽ മതി. കണ്ടോ, ഈ രീതിയിലൊന്ന് കട്ടാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ അതേ പഴവും ഇതുകൂടെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക, ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 250 ml കപ്പിൽ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് റവ എടുത്തപ്പോൾ 3 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന റവ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിനനുസരിച്ചിട്ട് വെള്ളത്തിൽ ചെറിയ മാറ്റം ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. റവ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുക്കാക്കി എടുക്കണം. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ചാൽ നമ്മുടെ റവയെ നന്നായിട്ട് കുക്കായി കിട്ടും. നല്ല സോഫ്റ്റായും കിട്ടും കേട്ടോ. അപ്പോൾ ദാ റവയൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്നും കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ജസ്റ്റ് ഇതൊന്ന് ചൂടാറി വരട്ടെ. ഫുള്ളായിട്ട് ചൂടാറണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാറിയാൽ മതി. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മളിവിടെ കട്ടാക്കി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ പഴമൊക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഒരുപാട് മൊരിഞ്ഞ് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നെയ്യൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ക്യാരറ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അടച്ചു വെച്ചാൽ 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. അപ്പോൾ ക്യാരറ്റ് പകുതി കുക്കായതിന് ശേഷം ഞാൻ ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് ഫ്രഷ് ആയിട്ട് ചെറുകി എടുത്തിട്ടുള്ള തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഒരു 3 ഏലക്കായ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിനായിട്ട് ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഒന്ന് 2 ഉണ്ട ശർക്കര എടുത്തൊന്ന് ചീകിയിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ശർക്കര ചേർക്കുന്ന വിഭവങ്ങളിൽ പഞ്ചസാര 1 ടീസ്പൂണൊക്കെ ചേർത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. നല്ല രസമുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ഫില്ലിങ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ജീരകത്തിൻ്റെ പൊടിയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളിവിടെ വാട്ടി വെച്ചിട്ടുള്ള നമ്മുടെ പഴം കൂടി ചേർത്ത് എല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഒരുപാട് ടൈമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റോളം ഇതുപോലെ ഒന്ന് മിക്സാക്കി ഇളക്കി എടുത്താൽ മതി. ആ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റാകാൻ വേണ്ടിയിട്ടാണ്. പൊടിയാണ് ചേർത്തെങ്കിലും ഒന്ന് മെൽറ്റാകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ റവ ഒന്ന് ചൂട് ഫുള്ളായിട്ട് പോയിട്ടില്ല, കുറച്ചൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. അത്യാവശ്യം ആവിയൊക്കെ വരുന്നുണ്ട്. എന്നാലും നമുക്ക് ആ ഒരു ചെറിയ ചൂടോടെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 2 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളം ചേർത്തത് കറക്റ്റ് പാകമാണ് കേട്ടോ.
ഇനി ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒരു പലക എടുത്തിട്ടുണ്ട്. ഈ പലകയുടെ പുറത്തൊക്കെ ഒരല്പം ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്നാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെയ്യ് മതിയെങ്കിൽ നെയ്യാണെങ്കിലും ആക്കി കൊടുക്കുക. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് പൊടിയിട്ട് പരത്തിയാൽ മതിയെങ്കിൽ അങ്ങനെയും പരത്താനും പറ്റും കേട്ടോ. അരിപ്പൊടിയോ മൈദയോ ഗോതമ്പ് പൊടിയോ ഏത് പൊടിയിട്ടിട്ട് വേണമെങ്കിലും ഇതൊന്ന് പരത്തണമെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം. ഇതുപോലെ നല്ല രീതിയിലൊന്ന് പരത്തിയെടുക്കാം. ഇത് ഒരുപാട് നൈസാക്കിയിട്ടില്ല, കുറച്ചൊരു കട്ടിയിലാണ് പരത്തിയിട്ടുള്ളത്. ഇനി നൈസാക്കി പരത്തണമെങ്കിൽ അങ്ങനെയും പരത്താം. ഒരുപാട് അങ്ങോട്ട് നമ്മൾ പത്തിരിക്ക് പരത്തുന്ന പോലെ നൈസാക്കരുത്, അപ്പോൾ പൊട്ടിപ്പോകും. അതിലൊരല്പം കൂടി കനത്തിൽ വേണമെങ്കിലും പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഷേപ്പ് ഏതാണ് ഇഷ്ടം ഷേപ്പ് ആ രീതിയിൽ നമുക്കിത് കട്ടാക്കി എടുക്കാവുന്നതാണ്. ഞാനിതൊരു കുപ്പിയുടെ അടപ്പോട്ട് ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് വട്ടത്തിൽ. റവയും നേന്ത്രപ്പഴവും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ വെച്ചിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് അവർക്ക് സ്നാക്കായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് പിന്നെ കുട്ടികൾക്ക് സ്കൂൾക്ക് പോകുമ്പോൾ സ്നാക്കായിട്ട് വേണമെങ്കിൽ കൊടുത്ത് വിടാനും നല്ലതാണ്, നല്ല ഹെൽത്തിയാണ്. ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇത് കുഴക്കട്ട തയ്യാറാക്കുന്ന പോലെ വേണമെങ്കിൽ അങ്ങനെയും റെഡിയാക്കി എടുക്കാം. ഈ ഒരു കട്ടിയുണ്ട്. നിങ്ങൾക്ക് ഇതിലും കുറച്ചുകൂടി കനം കുറച്ച് മതിയെങ്കിൽ അങ്ങനെയും ഇത് ഒന്നും കൂടി ഒന്ന് പരത്തിയിട്ട് മടക്കിയെടുത്താലും മതിയാകും. ഒരുപാട് ഇങ്ങനെ നൈസാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ മടക്കി എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകും. അപ്പോൾ ഒരുപാട് നൈസാക്കണ്ട. ഇതിനേലും കുറച്ചും കൂടി ഒന്ന് കനം കുറക്കണമെങ്കിൽ അങ്ങനെ കുറച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഈ 2 കപ്പ് റവ തൊട്ട് കുറേയധികം സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ താങ്ങി ബാക്കിയും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ ഞാനിത് മുഴുവനും ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചെമ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിൻ്റെ മേലക്കായിട്ട് ഒരു വാഴൻ്റെ ഇല വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്നാക്ക് ഇതിലേക്കൊന്ന് വെച്ചിട്ടൊന്ന് ആവി കയറ്റി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് അതിലേക്ക് വെക്കുന്ന സമയത്ത് കയ്യിൽ ആവി തട്ടാതെ ശ്രദ്ധിക്കണം. വേറൊരു പാത്രത്തിലും കൂടി ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് ആവി കയറ്റിയാൽ മതി. കൂടുതൽ സമയമൊന്നും വെക്കണ്ട. നമ്മൾ റവ ഓൾറെഡി വെന്തതാണ്, എല്ലാ ചേരുവയും ഓൾറെഡി വെന്തതാണ്. പിന്നെ ജസ്റ്റ് മാത്രം ഒന്ന് ആവി കയറിയാൽ മതി. ഒരു 10 മിനിറ്റ് ഞാൻ കുക്കാക്കി എടുത്തിട്ടുള്ളൂ. മുഴുവനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല മണമാണ് വരുന്നത്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ വിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.